നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അധികാരം പോയത് വിജയനും CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം തലപിളർക്കുന്ന അടിയാണ്. പാർട്ടി ഓഫീസുകളിൽ പോലീസ് കയറാൻ മുട്ടുവിറയ്ക്കും എന്നായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ CPM പോലീസിന് മുൻപിൽ മുട്ടുവിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാളയത്തെ CPMന്റെ ഏരിയ ഓഫീസിൽ പ്രതികൾ ഒളിച്ചിരിക്കുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനവും ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച കേസിലെ പ്രതികൾ ആക്രമണം നടത്തിയതിനു ശേഷം നേരെ ഓടിക്കയറിയത് പാർട്ടി ഓഫീസിലേക്കാണ്. അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ഒട്ടും സുരക്ഷിതരല്ല എന്നും എവിടെ കയറി ഒളിച്ചാലും ഞങ്ങൾ എത്തുമെന്ന് കേരള പോലീസ് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതായത് പോലീസ് നേരെ ഓടിച്ചെന്നത് പാർട്ടി ഓഫീസിന് മുൻപിലേക്ക് തന്നെയായിരുന്നു. 2 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നെഞ്ചും വിരിച്ചു നിന്ന് പറഞ്ഞു, പ്രതികൾ ഇവിടെയുണ്ട്, അവരെ പുറത്തേക്കിറക്കി വിടണം, അവരെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോകില്ല എന്നുള്ള കടുത്ത നിലപാട് പോലീസ് എടുത്തു. എന്നാൽ പാർട്ടി ഓഫീസിൽ കയറിയാൽ ഞങ്ങളുടെ തനിക്കൊണം കാണും എന്ന വെല്ലുവിളിയുമായി CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഒട്ടും കൂസലില്ലാതെ പോലീസ് അപ്പോഴും നിന്നു. അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ പോകില്ല എന്ന കട്ടായം നിലപാട് പോലീസ് എടുത്തു. ഒടുക്കം ഇപ്പോൾ ആ പ്രതികളെ CPM നേതാക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ കയറി പ്രവർത്തകരെ കൊണ്ടുപോകാമെന്ന് കരുതണ്ട എന്ന് ഒടുക്കം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു CPMന്റെ നേതാക്കൾ. പ്രത്യേകിച്ച് V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ബ്രിട്ടാസും ഒക്കെ ഈ പാർട്ടി ഓഫീസിന് മുൻപിലുണ്ടായിരുന്നു. അവർക്കൊക്കെ മുൻപിലൂടെ തന്നെയാണ് പോലീസ് ഈ പ്രതികളെ ചൂണ്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. 7 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പാർട്ടി ഓഫീസിൽ ഇനിയും പ്രതികൾ ഉണ്ടെന്നും അവരെയും കൂടി കിട്ടാതെ പോകില്ല എന്നും തറപ്പിച്ചു പറഞ്ഞ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുകയാണ്. CPM നേതാക്കൾക്ക് പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് കൈമാറിയിരുന്നു. ഇവരെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പോലീസ് പറയുകയും ചെയ്തിരുന്നു. ആറ്റുകാൽ ഉണ്ണി, പാളയം സന്തോഷ്, ആദർശ് ഉൾപ്പെടെ 10 പ്രതികളുടെ പേരുകളും അവരുടെ ചിത്രങ്ങളും ഉൾപ്പെടെ ആ വീഡിയോയിൽ നിന്ന്, അതായത് ആ കാറ് തല്ലി തകർക്കുന്ന വീഡിയോയിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ആയിരുന്നു CPM നേതാക്കളെ കാണിച്ചുകൊണ്ട് ഇവരെ വിട്ടുകിട്ടണമെന്ന് പോലീസ് പറഞ്ഞത്. എന്നാൽ പാർട്ടി ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്ന് നേതാക്കൾ കടുപ്പിച്ചു. പോലീസിന്റെ ധാർഷ്ട്യം ഞങ്ങളോട് വേണ്ട എന്നും പോലീസ് പിരിഞ്ഞു പോകണമെന്നുമായിരുന്നു CPM നേതാക്കൾ ഉത്തരവിട്ടത്. സാധാരണ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ CPM നേതാക്കൾ ധാർഷ്ട്യം കൊണ്ട് പറയുകയായിരുന്നു പോലീസ് പിരിഞ്ഞു പോകണമെന്ന്. എന്നാൽ അങ്ങനെ അങ്ങ് പോകാൻ വന്നവരല്ല ഞങ്ങളെന്ന് പോലീസും നിലപാടെടുത്തു. ഞങ്ങളെ ആക്രമിച്ചിട്ടേ പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റൂ എന്ന് ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ വീണ്ടും ഡയലോഗ് അടിച്ചു. എന്നാൽ അറസ്റ്റ് ചെയ്യാതെ മടങ്ങില്ലെന്ന് വീണ്ടും പോലീസ് കട്ടായം ഘടിപ്പിച്ചു. അങ്ങനെ ഇതൊരു നടക്കി പോകില്ല എന്ന് കണ്ടതോടെ പോലീസുമായി CPM നേതാക്കൾ ചർച്ച നടത്തുന്നു. ഒടുക്കം CPM നേതാക്കൾ ഒരു ഡീല് വെക്കുന്നു. പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കാൻ കഴിയില്ല, പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഹാജരാക്കാമെന്ന്. എന്നാൽ പോലീസ് അതും വിശ്വസിച്ചില്ല. ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നും അവരെയും കൊണ്ടല്ലാതെ ഇവിടെ നിന്ന് ഒടുക്കം മറ്റൊരു പോംവഴി CPM നേതാക്കൾ തന്നെ കണ്ടെത്തി. അതായത് പാർട്ടി ഓഫീസിൽ കയറാൻ പോലീസിനെ അനുവദിക്കില്ല, പകരം ഞങ്ങൾ ഈ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കി തരാം എന്നായിരുന്നു ആ ഡീല് വെച്ചത്. അങ്ങനെ നിശബ്ദമായി ഈ പ്രവർത്തകർ, അതായത് ഈ പ്രതികൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും അവർ വന്ന കാറും ആക്രമിച്ച പ്രതികൾ ആരും കാണുന്നില്ല എന്ന മട്ടിൽ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 1 ഇഞ്ച് മെരുങ്ങാതെ പോലീസ് നിന്നതോടെ CPMന് അവർക്ക് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചിത്രം എന്താണ്? ഏതെങ്കിലും കേസിൽ CPMകാർ അറസ്റ്റിലാകുമ്പോൾ അവരെ ഒന്ന് പിടികൂടാൻ പോലും കഴിയാതെ പോലീസ് നട്ടം തിരിയുന്ന കാഴ്ചയായിരുന്നു 10 വർഷക്കാലം നമ്മൾ കണ്ടത്. ഇങ്ങനെ പാർട്ടി ഓഫീസിന്റെ മുൻപിൽ പോയി വായി നോക്കി നിൽക്കണം ഈ പോലീസുകാർക്ക്, അവരെ ഒന്ന് വിട്ടുതരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ആ സമയങ്ങളിലൊക്കെയും ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും ഉൾപ്പെടെ പോലീസുകാരുടെ മേലെ കുതിര കയറുമായിരുന്നു. എന്തിനു കൊള്ളാം ഈ പോലീസ്, നട്ടല്ലില്ലാത്ത വർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരുടെ ഗതികേടായിരുന്നു ആ 10 വർഷക്കാലം നമ്മൾ കണ്ടത്. എന്നാൽ ഭരണം മാറിയതോടെ ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് 2 IPS ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ CPM നേതാക്കളെ വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. ഡീലുണ്ടാക്കുന്നത്, അതായത് ഞങ്ങൾ പ്രതികളെ സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ അതിന് ഒരുക്കമല്ല, ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നെങ്കിൽ പ്രതികളെയും കൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് ആ ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുകയായിരുന്നു. പിന്നീട് CPM നേതാക്കൾ ഈ പ്രശ്നബാധിത മേഖലയിലേക്ക്, അതായത് ഈ പാളയത്തെ CPMന്റെ പാർട്ടി ഓഫീസിലേക്ക് ADGP എത്തുന്നു, ചർച്ചകൾ നടത്തുന്നു. പിന്നീടാണ് പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നത്. വിജയന് വേണ്ടി വീണ്ടും വെല്ലുവിളിയും ഗുണ്ടായുസവുമായി ഇറങ്ങിയ പ്രവർത്തകർക്ക് അടപടലം പൂട്ട് വീണിരിക്കുകയാണ്. അവരെ പോലീസ് ഇപ്പോൾ തൂക്കി അകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതാണ്
ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ മാത്രമല്ല ഇനിയും പ്രതികൾ ഉണ്ടെന്നും അവർ ഈ പാളയം പരിസരത്ത് തന്നെ ഉണ്ടെന്നും ഇനിയും പാർട്ടി ആഫീസിനകത്ത് 1-2 പേര് കൂടി ഉണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെയും കൂടി വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. കാരണം ആഭ്യന്തര വകുപ്പിന് വലിയ പ്രഷർ ഇപ്പോഴുണ്ട്. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പാളിച്ച സംഭവിച്ചു എന്നുള്ള ഒരു വിവരം റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന് കേന്ദ്രത്തോട് മറുപടി പറയേണ്ടി വരും. ഉദ്യോഗസ്ഥർ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയായിരുന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ വലിയ ഒരു പ്രഷർ, മുകളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം പോലീസുകാർക്ക് വീണ്ടും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഒന്നും ആലോചിക്കാതെ ഈ CPMകാരാണ് എന്നൊക്കെയുള്ള ഇവരുടെ കൊലവിളികൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ച് നിന്നുകൊണ്ട് 2 പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, അവന്മാരെ ഇറക്കി വിട്, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ന് CPMനാണ് മുട്ടുവിറച്ചത്. ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായിട്ടാണ് വിലയിരുത്തൽ. CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആക്രമണത്തിൽ പരാതി നൽകി നിയമ നടപടികൾ കടുപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം തല്ലിത്തകർക്കുകയും ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്ഥലത്ത് സംഘർഷം ഉണ്ടാകുവാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥലത്ത് മതിയായ പോലീസിനെ വിന്യസിക്കുന്നതിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായിട്ടാണ് വിമർശനമുള്ളത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് EDയുടെ വാഹനം കടത്തിവിട്ടതും സുരക്ഷാ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആഭ്യന്തര വകുപ്പിന് കൃത്യമായി ഈ വിഷയത്തിൽ ഇനി ഇടപെട്ടേ മതിയാകൂ. 1 ഇഞ്ച് അവർക്ക് പിന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ ചെന്നിത്തലയ്ക്ക് മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടി വരും. ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ വിജയൻ പോലീസ് അല്ല ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത്. പിണറായി വിജയനെ കണ്ടാൽ ഇനി പോലീസുകാർക്ക് മുട്ടുവിറക്കുകയുമില്ല. മുൻപ് സല്യൂട്ട് അടിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ ഭരണമില്ലാത്ത പിണറായിയോട് പോലീസിനും പുച്ഛമാണ്. ഈ ഒരു ഘട്ടത്തിൽ പിണറായിയെ ഉൾപ്പെടെ തൂക്കിയെടുക്കണമെങ്കിൽ അതും ചെയ്യാൻ തയ്യാറായിട്ടാണ് പോലീസുകാർ നിൽക്കുന്നത്. മുൻപ് ഏതെങ്കിലും SFI, DYFI, CPM നേതാക്കളെയൊക്കെ അല്ലെങ്കിൽ പ്രവർത്തകരെ പോലും ഒന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസായിരുന്നു. ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ആ കാലമൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പോലീസുകാർ അതിശക്തമായി തന്നെ എല്ലാത്തിനെയും നേരിടാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ SFI KSU സമരത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. മുഖം നോക്കാതെയുള്ള നടപടികളായിരുന്നു ഉണ്ടായത്. ലാത്തി വീശിയത് ആരുടെയൊക്കെ പുറത്താണ് വന്ന് വീണതെന്നും പുറം പൊളിഞ്ഞതെന്നും നമ്മൾ കണ്ടു. ഈ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ തൻ്റെ പ്രവർത്തകരെ, CPMന്റെ പ്രവർത്തകരെ ചാവേറുകളാക്കി ഇറക്കി പുറത്തേക്ക് വിട്ടു എന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, ഇനി നേതാക്കൾക്കും പണി വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട്. കാരണം ഈ സമരം വലിയൊരു ലഹളയിലേക്ക്, ഈ സമരം അതായത് ആളിക്കത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് CPMന്റെ നേതാക്കളാണ്. മുദ്രാവാക്യം വിളിച്ചും അണികളിലേക്ക് ഒരു വലിയ തീജ്വാലയൊക്കെ പകർന്നു കൊടുത്തുകൊണ്ടും സമരം ആളിക്കത്തിച്ച കുറച്ചധികം നേതാക്കന്മാരുണ്ട്. ഇവർക്കെതിരെയും ഇനി അന്വേഷണം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം സമര ആഹ്വാനം നടത്തിയ നേതാക്കളൊക്കെ പിടിക്കപ്പെടും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതായത് കൈവിട്ട നിലയിലേക്ക് ഇന്നത്തെ ഈ ഒരു സമരം മാറി എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മാത്രമല്ല, ആ കാർ ആക്രമിക്കുന്ന രീതി കണ്ടാൽ തന്നെ അതായത് ഒരുമാതിരി ഭ്രാന്തിളകിയതുപോലെയായിരുന്നു ഈ CPM പ്രവർത്തകർ. കല്ലും ഇഷ്ടികയും ഒക്കെ എടുത്തിടിച്ചുകൊണ്ട് ആ കാറിന്റെ ചില്ലുകൾ തകർക്കുന്നു. സൈഡിലെ മിററുകൾ കൈകൾ ഉപയോഗിച്ച് തല്ലി തകർക്കുന്നു. ഒരു വെറി പിടിച്ച ഒരു കൂട്ടത്തെ പോലെയായിരുന്നു ഈ CPM പ്രവർത്തകർ പെരുമാറിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നത് മാത്രമല്ല, ഈ കൂട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. 2 കാറുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ 2 കാറുകളാണ് CPM പ്രവർത്തകർ തല്ലി തകർത്തത്. ഇതുകൂടാതെ അവരെ കൂക്കി വിളിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. വീടിന്റെ കോമ്പൗണ്ട് മുതൽ തന്നെ ഈ കുപ്പികളും ചെരുപ്പുകളും ഹെൽമറ്റും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം തുടങ്ങുന്നത്.
വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ED സംഘം 10 മിനിറ്റിലധികം ഈ പ്രകോപിതരായി നിന്ന ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ, ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഒരു വലിയ ഭയം അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു ഈ സമയം അത്രയും. പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാനോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനോ പോലും സാധിച്ചില്ല. അതായത് നാമമാത്രമായ പോലീസുകാർ മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അവരൊന്നും വിചാരിച്ചാൽ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. കൈവിട്ട നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. ഇതിനിടെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലും എക്സാലോജിക്കിന്റെ ഓഫീസുകളിലും അടക്കം നടത്തിയ റെയ്ഡിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും കണ്ടെത്തിയതായി ED പത്രക്കുറിപ്പിൽ അറിയിച്ചു. രേഖകൾ വിശകലനം ചെയ്ത് വരികയാണെന്നും ED വ്യക്തമാക്കി. CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന് ED ആവർത്തിച്ച് വ്യക്തമാക്കി. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകയിലുമായി 10ഓളം കേന്ദ്രങ്ങളിലാണ് ED തെരച്ചിൽ നടത്തിയത്. കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം, ബംഗളൂരു എന്നിവിടങ്ങളിൽ CMRL മാനേജ്മെന്റുമായും വീണ വിജയനുമായും ബന്ധപ്പെട്ട ഇടങ്ങളിലുമാണ് പരിശോധന നടന്നതെന്നും ED പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്രതിഷേധം, അതായത് തുടക്കത്തിൽ പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുമ്പോൾ സമരവുമായി, മുദ്രാവാക്യം വിളിയുമായി വലിയ കൂട്ടമാണ് ഇരച്ചു കയറിയൊക്കെ വന്നത്. പക്ഷേ അവരെ ഒരു ആളിക്കത്തുന്ന ഒരു സമര ജ്വാലയിലേക്ക് ഈ പ്രവർത്തകരെ കൊണ്ടെത്തിച്ചതിൽ പിണറായി വിജയന്റെ ഒരു പങ്കും നമ്മൾ പരിശോധിക്കണം. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയം മുതൽ കൂക്കിവിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നാലെ പിണറായി വിജയനും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയ ആ ഘട്ടത്തിൽ തന്നെയാണ് ഇവരുടെ വാഹനം ആക്രമിക്കപ്പെട്ടതും ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടന്നതും. അവിടെ പിണറായി വിജയൻ കൃത്യമായി ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിട്ടൂരം ഇറക്കി എന്നുള്ള വലിയ ഒരു വിമർശനം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അതായത് അങ്ങനെ എന്നെയും എൻ്റെ മകളെയും ചോദ്യം ചെയ്തിട്ട്, എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകണ്ട എന്ന് തന്നെ പിണറായി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നടന്ന സമര ആഹ്വാനമെന്നും സമര പൊട്ടിത്തെറിയെന്നും വലിയ വിമർശനം ശക്തമാകുകയാണ്. പിണറായി വിജയന് തൻ്റെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ അത് ചെയ്യാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഗീർവാണം അടിക്കുകയായിരുന്നു. തൻ്റെ വീട്ടിൽ കയറി ഇത്തരമൊരു പരിശോധന നടത്താൻ കേന്ദ്ര ഏജൻസി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായെന്നും ഇത് പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കരുതിക്കൂട്ടിയുള്ളതാണെന്നും പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പലർക്കും വലിയ മനസംതൃപ്തി നൽകുന്ന കാര്യമാണ് സംഭവിച്ചതെന്നും തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവരുടെ നേരെ ED ആക്രമണം നടന്നോട്ടെ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും പിണറായി കുറ്റപ്പെടുത്തിയത്. ഈ പരിശോധന രാജ്യത്തെ ചിലർക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ് എന്ന് പിണറായി പരിഹസിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മുൻപ് പരസ്യമായി ചോദിച്ച രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് ഇത് സന്തോഷം നൽകുമെന്നും പിണറായി കുറ്റപ്പെടുത്തി ആ സമയം സംസാരിക്കുന്നുണ്ട്. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഹമ്മദ് റിയാസും പ്രതികരിച്ചിരുന്നു. അതായത് ഇത് തങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരു വേട്ടയാടലാണ് എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ അങ്ങ് വ്യാഖ്യാനിച്ചു വിട്ടു പിണറായി. പക്ഷേ ഇവിടെ വാസ്തവം എന്താണ്? വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് വന്നതാണ്. അതെങ്ങനെയാണ് പാർട്ടിയെ വേട്ടയാടുന്ന തരത്തിലാകുന്നത് പിണറായി? പക്ഷേ ഈ ഒരു ദിവസം തൻ്റെ മൈലേജ് വല്ലാതെ അങ്ങ് കൂട്ടിയിട്ടുണ്ട് CPM പ്രവർത്തകർക്കിടയിൽ. ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പിണറായി വിജയനും MV ഗോവിന്ദനും നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണം, പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് തായ്ക്കണ്ടിയിൽ വിശ്രമിക്കാൻ പോകൂ, പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്നൊക്കെ കഴിഞ്ഞ ദിവസം വരെ മുറവിളി കൂട്ടിയിരുന്ന, വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന പാർട്ടി പ്രവർത്തകർ ഇന്ന് പക്ഷേ പിണറായി വിജയന് വേണ്ടി ജയ് വിളിക്കാനാണ് എത്തിയത്. അതായത് ഈ ഒരു അവസരം പിണറായി തനിക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഒരു പാർട്ടി പ്രവർത്തകൻ പോലും പറയില്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് രാജിവെക്കണമെന്ന്. കാരണം പിണറായി വിജയൻ താൻ വേട്ടയാടപ്പെടുന്നു, താൻ കുടുംബത്തോടെ വേട്ടയാടപ്പെടുന്നു, ഈ പാർട്ടിക്ക് വേണ്ടി നിന്നതിന് താൻ വേട്ടയാടപ്പെടുന്നു എന്നുള്ള ഒരു തരത്തിലേക്ക് ഈ വിഷയത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പക്ഷേ വീണ വിജയൻ മാസപ്പടി വാങ്ങിയതിൻ്റെ എല്ലാ രേഖകളും ഇതിനു മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയതാണ്, അതിൻ്റെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ.
ഇവിടെ വീണ കുറ്റക്കാരിയാണെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഇനി എത്ര വേട്ടയാടുന്നു എന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ ഈ സമരം വീണ്ടും ആളിക്കത്തിക്കാനാണ് ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിൽ നിന്നാണ് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് CPM പ്രവർത്തകർ ഇരച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസിന്റെ ആ ഒരു നീക്കമുണ്ടല്ലോ, അത് കൃത്യമായ ഇടപെടലായിരുന്നു. CPMകാരാണെന്നോ CPM നേതാക്കളാണെന്നോ ഒന്നും നോക്കാതെ പാർട്ടി ആഫീസിന് മുൻപിൽ ഒരൊറ്റ നിൽപ്പായിരുന്നു. പ്രതികളെയും കൊണ്ടല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് ആ പോലീസ് പറഞ്ഞത് അവരുടെ നട്ടെല്ലിന്റെ ഉറപ്പ് ബലം കൊണ്ടാണ്. ആ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം എന്ത് ചെയ്തിട്ടും പാർട്ടി ആഫീസിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സുഖമാണെന്നും ഞങ്ങളെ തൊടില്ല എന്ന് കരുതുന്നവർക്കുള്ള നല്ല 8ന്റെ മറുപടിയാണ് പോലീസുകാരുടെ ഇന്നത്തെ ഇടപെടൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.